ആക്ഷൻ കൗൺസിലിന് യമനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നൽകിയ അപേക്ഷ വിദേശകാര്യ മന്ത്രാലയം തള്ളി. യമനുമായി നയതന്ത്ര ബന്ധമില്ലെന്നടക്കം 4 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് ആക്ഷൻ കൗൺസിൽ യമനിലേക്ക് പോകാനുള്ള അനുമതി ചോദിച്ചത്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഈ അനുമതി കേന്ദ്രം നിഷേധിച്ചത്? അജിൽസി, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇത്തരമൊരു കാര്യവുമായി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചത്. എന്നാൽ നിലവിൽ അതിന് അനുമതി വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടില്ല. ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം വിദേശകാര്യ മന്ത്രാലയം തള്ളുകയായിരുന്നു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അനുമതി നൽകാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യമനുമായി ഇന്ത്യക്ക് ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ബന്ധമില്ല. അതോടൊപ്പം തന്നെ സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ എംബസി സനയിൽ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി പ്രവർത്തനം നിലവിലുള്ളത് റിയാദിലാണ്. അതുകൊണ്ട് അവിടെ പോവുകയാണെങ്കിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നയതന്ത്ര സംഘത്തിന്റെ സുരക്ഷ പ്രധാനമെന്നും വിദേശകാര്യ മന്ത്രാലയം ഇവയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അനുമതി നിഷേധം വിദേശകാര്യ മന്ത്രാലയം ആക്ഷൻ കൗൺസിലിനെ രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മോചന ശ്രമത്തിൽ ചർച്ച നടത്താൻ നിമിഷപ്രിയയുടെ കുടുംബത്തിനും കുടുംബം നിയോഗിക്കുന്നവർക്കും മാത്രമേ കഴിയൂ എന്നുള്ളൊരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ ഇവർക്ക് നൽകിയ ഈ മറുപടിയിൽ പറയുന്നുണ്ട്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.